ടൂറിസത്തിൻ്റെ പൊട്ടൻഷ്യലി നമ്മൾ ഒറ്റ വാക്കിൽ ഒരു ടൂറിസ്റ്റ് വരുന്നത് ഒരു നാട് കാണുന്നതിനപ്പുറത്ത് ഒരു ടൂറിസ്റ്റ് വരേണ്ട കുറേ മേഖലകളുണ്ട്. ഒരു ടൂറിസത്തിൻ്റെ ഹെൽത്ത് ടൂറിസം സ്വാഭാവികമായിട്ട് കേരളത്തിലെ നഴ്സുമാരും ഡോക്ടേഴ്സാണ് ലോകത്തിൽ പോലും ഡോമിനേറ്റ് ചെയ്യുന്നൊരു വിഭാഗം. അപ്പോൾ അത്രമാത്രം നല്ല ഡോക്ടേഴ്സും നഴ്സസും ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഏറ്റവും നല്ലൊരു ഹെൽത്ത് ടൂറിസം എന്ന സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഇക്കണോമിയിൽ ഭയങ്കര ധാരാളം തൊഴിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ കുട്ടികൾ വിദേശത്ത് പോകുന്നതിന് പകരം ഇവിടെ തന്നെ ധാരാളം തൊഴിലവസരങ്ങളുള്ളത്. അതേസമയം തന്നെ നമ്മൾ നടത്തേണ്ട വേറൊരു സെഗ്മെൻറ്റ്, ഈ മേഖലയിൽ നമ്മൾ നടത്തേണ്ട ഒരു സെഗ്മെൻറ്റാണ് ഒരു ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകത, നമ്മൾ ടൂറിസം സെഗ്മെൻറ്റിൽ നമ്മൾ നാട് വരുമ്പോൾ ടൂറിസം സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുമ്പോൾ ഒരു എക്സാമ്പിൾ അറബിക് ലാംഗ്വേജ്, ജപ്പാനീസ് ലാംഗ്വേജ്, ചൈനീസ് ലാംഗ്വേജ്, പിന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഏതെല്ലാം ലാംഗ്വേജിലുള്ള വിദേശികളാണ് ഇവിടെ വരുന്ന. ഒരു 10 വിദേശികൾ വരുന്ന ആ വിദേശികളെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുകൂടാതെ നമ്മളെ കുട്ടികൾ ഇതേപോലെ ആ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ പഠിക്കുമ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി. അപ്പം നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റിനെ അടക്കം കൊണ്ടുവന്നുകൊണ്ട് അതുമായിട്ട് ക്ലബ് ചെയ്തിട്ടുള്ള അടുത്ത സെഗ്മെൻ്റാണ് നമ്മൾ എഡ്യൂക്കേഷൻ അക്കാഡമിക്കിൽ വരുന്ന അതും ഒരു എഡ്യൂക്കേഷൻ ടൂറിസം ആവും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഇന്ത്യയിലെ എൻ്റെ മകൻ പഠിച്ചൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഞാൻ ഫിസിക്കലായിട്ട് കണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത് ഏതാണ്ട് 500 ഏക്കർ സ്ഥലത്ത് LPU എന്ന് പറഞ്ഞിട്ട് പഞ്ചാബിൽ ഉള്ള അമൃത്സറിനടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് 40,000-50,000 സ്റ്റുഡൻസ് അവിടെ ഇതുണ്ട് പഠിക്കുന്നതന്നെ. അതിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ടാണ് പല മെത്തേഡ്സും ഉള്ളത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ, ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾ ഏതാണ്ട് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റിലതുകൊണ്ട്, അതുകൂടാണ്ട് വിദേശത്തുള്ള 10-60 കൺട്രിയിലെ കുട്ടികളുണ്ട്. സ്വാഭാവികമായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കണ്ണൂർ എയർപോർട്ടിൽ ഒരു യൂണിവേഴ്സിറ്റി വരുന്നതെന്ന് വിചാരിക്കുക. ആ ലൊക്കാലിറ്റിയിൽ കണ്ണൂർ എയർപോർട്ടിലെ ട്രാഫിക് സ്വാഭാവികമായിട്ടും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി വരികയാണെങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ ഇതായിരിക്കും. ഒരു അക്കാഡമിക് സിറ്റി എന്നുള്ള ഒരു സിറ്റി വരികയും വിദേശ യൂണിവേഴ്സിറ്റികളെ കൊണ്ടുവരിക. അതുപോലെ ഫോറിൻ ഹോസ്പിറ്റൽ, ഇന്ത്യയിലുള്ള മികച്ച ഹോസ്പിറ്റലുകളുടെ ഒരു കൂട്ടം. അങ്ങനെ ഈ മേഖലയിലുള്ള 3 മേഖലകളായി തിരിച്ചുകൊണ്ട് ഡയറക്റ്റ് ടൂറിസത്തിൻ്റെ 3 മേഖലകളാക്കാം. ഹെൽത്ത് ടൂറിസം, എഡ്യൂക്കേഷൻ ടൂറിസം, മറ്റ് ടൂറിസത്തിൻ്റെ സാധാരണ നാട് കാണാൻ വരുന്ന ആ മേഖലയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ 2 ഗവൺമെൻറ്റിൻ്റെയും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ ബേസ് LDF ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനൊരു തുടക്കം കുറിച്ചു എന്നുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇത് നേരത്തെ അവകാശപ്പെടുന്ന UDF അവകാശപ്പെടുന്ന മറ്റൊരു മെത്തേഡ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന വിദ്യാഭ്യാസ നയത്തിൽ പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും അതിന് കാരണം ആ വിഷയം പോലും പിന്നെ വിദ്യാഭ്യാസ നയം പോലും LDF മാറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഡാറ്റാസ് UDFന് അനുകൂലമാണ്. നേരത്തെ ധാരാളം യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് തുടങ്ങി വെച്ചതും മറ്റു കാര്യങ്ങളും. അപ്പോൾ 2 പേരും 2 രീതിയിൽ കേരളത്തിലെ കാണുമ്പോൾ നിർഭാഗ്യവശാൽ 2 വിഭാഗവും ഏതൊരു ഗവൺമെൻറ് ആയാലും അതിന് കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു പോരായ്മ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അതിന് പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ പല പദ്ധതികളും കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്ത് അവസാനിക്കുമ്പോൾ ഒരു ആദ്യത്തെ ഉദ്ഘാടന ചടങ്ങിൽ മാത്രം ഒതുങ്ങിയിട്ട് പിന്നെ അതിൽ വൃത്തിയുള്ള ഒരു മെയിൻ്റനൻസ് നടക്കില്ല. അതിന് കൃത്യമായ ഒരു പാർക്കിംഗ് സംവിധാനം ഉണ്ടാവില്ല, ഒരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു മോണിറ്ററി ബോഡി, അതിന് കിട്ടേണ്ട ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് കിട്ടാൻ സാധ്യതയുള്ള കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ഫണ്ടുകളിടാം. ആ ഫണ്ടുകൾക്ക് ഈ ലോക്കൽ ബോഡിക്കായാലും ജില്ലാ ഭരണകൂടത്തിനായാലും സ്റ്റേറ്റ് ഭരണകൂടത്തിനായാലും ആ പദ്ധതികളുടെ എല്ലാ അർത്ഥത്തിലും, അത് വെൽഫെയർ സ്കീമായാലും ശരി,
ഇൻഫ്രാസ്ട്രക്ചർ സ്കീമായാലും ശരി, അത് കിട്ടേണ്ട ഓരോ പൗരനെ അറിയിക്കുകയും അതാത് ലോക്കൽ ബോഡിയിലെ അംഗങ്ങൾ അതിനെ വേണ്ടിയിട്ടുള്ള ഒരു മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടാവണം. എന്നാൽ ആ ഫണ്ടിന് അതിനൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസി ഉണ്ടാവണം. ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസി ഉണ്ടാവണം, ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് എക്സ്പേർട്സിൻ്റെ ഒരു ബോഡിയും കൂടി ഉണ്ടാവണം. അപ്പോൾ ഈ രണ്ട് ബോഡികളെ സമന്വയിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പദ്ധതികൾ ഉണ്ടാവേണ്ടത്. ഒരു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഏത് പദ്ധതിക്കും കൃത്യമായി പ്ലാനിങ് ഇടുകയും ആ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു 1000 കോടിയോ 10,000 കോടിയുടെ നിങ്ങൾക്ക് പദ്ധതി ഇടാം. നിങ്ങളുടെ കയ്യിൽ 100 കോടി ഉറുപ്പിക ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അത് ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ഫേസിൽ ഉണ്ടാകേണ്ട അത് എങ്ങനെ ഉണ്ടാവണം, അവസാനം ഉണ്ടാവണം എന്നുള്ളത്. നെക്സ്റ്റ് 10 years എന്ന് പറയുന്നത് നമ്മളൊരു വെറും പേപ്പറിൽ നമ്മൾ 10 വർഷം ഇങ്ങനെ ചെയ്യുന്നതിനപ്പുറം അത് ചിത്രങ്ങളിലൂടെ ഓരോ പൗരൻ്റെ മനസ്സിലുണ്ടാവണം. എൻ്റെ കേരളം നാളെ ഈ നമ്മൾ സാധാരണ രീതിയിൽ ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ ഒരു വെൽ പ്ലാൻഡ് സിറ്റി എന്ന് പറയുന്നത് ഒരു ചണ്ഡീഗഡ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു സിറ്റി നമുക്ക് എത്ര ഇതായാലും ഒരു ഏറ്റവും കംപ്ലീറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഗൾഫ് റീജിയണൽ ആയിക്കോട്ടെ, ഈവൻ ഇന്ന് ആഫ്രിക്കൻ കൺട്രീസ് പോലും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ അത് അല്ല താങ്കൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇപ്പോൾ ശരിക്കും ഈ രണ്ട് മുന്നണികളും ഈ പറഞ്ഞ പോലെ ഒന്ന് പുതുയുഗം, ഒന്ന് നവകേരളം തുടർച്ച. അപ്പോൾ ഇത് രണ്ടുപേരുടെയും ശരിക്കും പറഞ്ഞാൽ ആര് വന്നാലും ഈ ഇപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിലായിരിക്കണം യഥാർത്ഥത്തിലെ കാഴ്ചപ്പാട്. നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ എക്കോണമി ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. കേരളം ടൂറിസം സെഗ്മെന്റ് എന്നുള്ളതൊരു വസ്തുത. നമ്മൾ വെറുതെ ഒന്ന് ഇപ്പോഴത്തെ ChatGPT ഏതെങ്കിലും എടുത്തിട്ട് കേരളത്തിൻ്റെ എക്കോണമി പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു 5 ഐറ്റം ചോദിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് ആദ്യം ഫസ്റ്റ് വരാൻ ടൂറിസമാണ്. ആ ടൂറിസം സെഗ്മെന്റിനെ ഇനി എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇതുവരെ ബ്രീഫ് ചെയ്യാൻ ശ്രമിച്ചത്. ടൂറിസമാണ് നമ്മുടെ കാതലായ അത് ഈ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഗവൺമെന്റിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് ഇമ്പോർട്ടൻറ്റ്. പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഭാഗമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഞാൻ എൻ്റെ അടുത്തൊരു സുഹൃത്ത്, പൊളിറ്റിക്കലി വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു സുഹൃത്തിനോട്, പൊളിറ്റീഷ്യനാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞ് നമുക്കൊരു വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഒരു മന്ത്രി വേണം. ആരാണ് നമ്മളെ വേസ്റ്റ് മാനേജ്മെൻറ്റ്? അതിൻ്റെ പ്രത്യേക മന്ത്രാലയം വേണമെന്നുള്ളതാണ്. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഒരു മന്ത്രിയില്ല. നിങ്ങളെ ഏതെങ്കിലും വകുപ്പിന്റെ ഭാഗമായിട്ടായിരിക്കും അത് ഉണ്ടാകും. അത് ശരിക്കും ലോക്കൽ ബോഡി അതിന് ഒരു മന്ത്രിയിലായ അതിപ്പോ നമ്മുടെ ഒരു ലോക്കൽ ഇപ്പൊ മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷൻ പോയ ഹെൽത്തിൻ്റെത് എന്ന് പറയും. അതിന് കൃത്യമായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ്, കാരണം അതിൽ തന്നെ ഒരു വ്യവസായം കൂടി ഉണ്ട് എന്നുള്ളതാണ്. റീസൈക്ലിംഗ് അത് ഗോൾഡ് മൈനിങ് വ്യവസായ പല രീതിയിൽ പല അർത്ഥത്തിൽ ധാരാളം ജോബ് കൊടുക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റിന് യാതൊരു രീതിയിലുള്ള ഒരു സിസ്റ്റവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ജൈവ മാലിന്യത്തിൻ്റെ ഏറ്റവും വലിയ തമാശ എല്ലാവരും പറയുന്നത്, ജൈവ മാലിന്യം എന്താണ് ഉറവിട മാലിന്യത്തിൻ്റെ ഇത് പറഞ്ഞിട്ട് അത് വീട്ടിൽ തന്നെ സംഭരിക്കും. എത്ര പേർക്ക് അത് പറ്റും? എത്ര പേര് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരും? ലോകത്തിലെ ഏത് സ്ഥലത്ത് പോയി നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ ജൈവ മാലിന്യം കളക്ഷനാണ്. അതല്ലാതെ വേറൊരു പ്രായോഗികമായിട്ട് പറ്റൂല. അതിന് നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കാം. ഓരോ ഗവൺമെൻറ്റിൻ്റെ ലോക്കൽ ബോഡിയിൽ നിന്ന് അതിന് വേണ്ട ബക്കറ്റായാലും അതിന് കൃത്യമായിട്ട് അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാധനം കൊടുത്തിട്ട് അതിൻ്റെ കളക്ഷന് ഡെയിലി കളക്ഷനും അല്ലാത്ത വേറൊരു സൊല്യൂഷനാണ്. നമ്മുടെ കുടുംബശ്രീ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിന് പൂർണ്ണമായിട്ടും എന്നാൽ മാത്രമേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇത്തരം കാര്യങ്ങൾ ശരിക്കും ഇതെല്ലാം ടൂറിസത്തിൻ്റെ വലിയ ഘടകങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഈ പറയുന്ന ഏത് ഗവൺമെൻറ് വന്നാലും കേരളത്തിൻ്റെ ഭാവിയിലേക്ക് കൊണ്ടുവരേണ്ട 10 വർഷത്തായാലും യുഗമായാലും ശരി, ഒരു 2036 നെക്സ്റ്റ് ലെവലിൽ നമുക്ക് എവിടത്തേക്ക് പോകുന്നുണ്ടായാലും ഏത് ലെവലായാലും ഏത് ഗവൺമെൻറ് ആയാലും കൃത്യമായിട്ട് കേരളത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. ആ മാസ്റ്റർ പ്ലാനിന് നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് വിദേശ കൺസൾട്ടൻസിനെ തന്നെ ഉപയോഗിക്കണം. കാരണം ഇന്ത്യൻ കൺസൾട്ടൻസിക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാനുള്ള കൃത്യമായ കപ്പാസിറ്റി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചൈനീസ്
ചൈനീസ് കമ്പനിയിൽ നിന്ന് ചൈന, ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു തേർഡ് വേൾഡ് ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് വരുന്ന സമയത്ത് അവർ കൃത്യമായിട്ട്, ഞാൻ ചൈന സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു, ചൈനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരൊറ്റ മെത്തേഡാണ് അവർ ഓരോ സിറ്റീസിൽ ഉപയോഗിക്കുന്നത്. ഒരു ബിൽഡിംഗ് എടുക്കാൻ 6 മാസം മതി അവർക്ക്. അപ്പോൾ കുറേ സമയമൊന്നും വേണം, നമ്മൾ വെറുതെ വിചാരിക്കുന്ന കുറേ സമയം വേണമെന്നുള്ളത്. കൃത്യമായിട്ട് അവർക്ക് പ്ലാൻ ഉണ്ട് എങ്ങനെയാണ്. ഇപ്പോൾ ഒരു ബീച്ചിന് ഒരു മെത്തേഡ് ഉണ്ട്. ഒരു ബീച്ച് എങ്ങനെ ഉണ്ടാവണം, കേരളത്തിലെ ബീച്ച് എങ്ങനെ ഉണ്ടാവും, എല്ലാ ബീച്ചിനും ഇപ്പോൾ നമ്മൾ ബ്ലൂ ഫ്ലാഗ് ബീച്ച് ആയിക്കോട്ടെ, അതിനൊരു മെത്തേഡ് ഉണ്ടാവണം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടായാലും മാത്രമേ ഒരു സക്സസ്ഫുൾ ആയിട്ട്. ആര് വന്നാലും പ്ലാനിങ് പക്കായതുണ്ടായിട്ട് പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് വസ്തുത. പ്ലാനിങ് മാത്രമല്ല, അതിനൊരു AMC സംവിധാനം, അതായത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് ചുരുങ്ങിയത് ഒരു 10 വർഷത്തെ കാലയളവിൽ തന്നെ ആ ഫണ്ട് വെക്കുമ്പോൾ, ഒരു ഉദാഹരണത്തിന് ഒരു പദ്ധതിക്ക് 100 കോടി രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അതിലൊരു 10 കോടി രൂപയെങ്കിലും AMCക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ മാത്രമേ ആ സ്ഥലം ഭംഗിയായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ആര് വന്നാലും ചെയ്യേണ്ടത്.